തിരുവനന്തപുരത്ത് കോളേജ് അധ്യാപകന് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ മർദ്ദനമേറ്റു. പെരിങ്ങമല ഇക്ബാൽ ട്രെയിനിംഗ് കോളേജ് അധ്യാപകനായ ഡോക്ടർ എ ബൈജുവിനാണ് മർദ്ദനമേറ്റത്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷിനെതിരെ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മൈലമൂട് വനത്തിന് സമീപത്ത് വെച്ച് ബൈജു സഞ്ചരിച്ച വാഹനത്തിന് റേഞ്ച് ഓഫീസർ സുധീഷ് കൈകാണിച്ചിരുന്നു. സുധീഷ് സിവിൽ ഡ്രസ്സിലായതിനാൽ സംശയം തോന്നിയ ബൈജു വാഹനം നിർത്തിയില്ല. റേഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ച് യൂണിഫോമിലെത്തിയ ഒരു ഗാർഡ് കൈകാണിച്ചപ്പോൾ ബൈജു വണ്ടി നിർത്തി. പിന്നാലെ എത്തിയ റേഞ്ച് ഓഫീസർ ബൈജുവിനെയും വാഹനവും ഓഫീസിലേക്ക് കൊണ്ടുപോയി. ബൈജുവിനെ ഓഫീസിലെത്തിച്ച് സുധീഷ് പലതവണ മർദ്ദിച്ചു. രാവിലെ 3:15 മൈലമൂട് പാലം കഴിഞ്ഞപ്പോഴേക്കും ഒന്നിൻ്റെ ഒരു കൈ തോടിച്ചുകൊണ്ട് കൈ കാണിച്ചു, വണ്ടി നിർത്താനായിട്ട് കൈ കാണിച്ചു. ഒറ്റപ്പെട്ട വിജനമായ സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിർത്താതെ വന്നു. അതിനുശേഷം കുറച്ച് അല്പം ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വേറെ 4-5 പേര് വീണ്ടും റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വണ്ടി പറഞ്ഞു നിർത്തി. ഇവർ ഉദ്യോഗസ്ഥരെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് ഭയന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോവുകയായിരുന്നു. മുമ്പ് പറഞ്ഞവരെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കുകയും മകനെ പിടിച്ച് തള്ളി എൻ്റെ മുഖത്ത് അടിക്കുകയും എടുത്ത് വാലിക്കൊക്കെ അടിക്കുകയും ചെയ്തു. എനിക്ക് നല്ല അസഹനീയ വേദനയുണ്ട്, കരുതിയിട്ടുണ്ട്. എനിക്ക് ഈ ജോയിൻറ്റിനൊക്കെ നല്ല പെയിനുണ്ട്. സുധീഷിനെതിരെ പാലോട് പോലീസ് കേസെടുത്തു. വനത്തിൽ അതിക്രമിച്ചു കയറിയെന്ന് കാട്ടി ബൈജുവിനും മകനുമെതിരെ വനംവകുപ്പും കേസെടുത്തിട്ടുണ്ട്. വനംവകുപ്പിന്റേത് പ്രതികാര നടപടിയെന്നാണ് ബൈജുവിന്റെ പ്രതികരണം. റേഞ്ച് ഓഫീസറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.